4 വർഷ കോഴ്സുകളുടെ അതായത് 4 വർഷ ഡിഗ്രിയുടെ പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനം നടക്കുക. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കൊട്ടിഘോഷിച്ച് ഈ 4 വർഷ ബിരുദ കോഴ്സിൻ്റെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. കേരളത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഇത്രയധികം ധൃതിയിൽ തിടുക്കത്തിൽ ഈ രീതി നടപ്പിലാക്കുമ്പോൾ സ്വീകരിക്കേണ്ടുന്ന ഒരു മുൻകരുതലും സർക്കാർ തലത്തിലോ സർവകലാശാല തലത്തിലോ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഇന്ന് ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ മനസ്സിലാകുന്നത്. സിലബസുകൾ പോലും കൃത്യമായി നൽകാതെ എന്തിനാണ് ഇങ്ങനെ ഒരു രീതി നടപ്പിലാക്കുന്നതെന്ന വലിയ ചോദ്യം സർവകലാശാലകളിൽ നിന്ന് തന്നെ ഉത്തരവാദിത്തപ്പെട്ട വൈസ് ചാൻസലർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. KSU ഉൾപ്പെടെ ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം തുടർച്ചയായി സർവകലാശാലകളുടെയും വൈസ് ചാൻസലർമാരുടെയും ബന്ധപ്പെട്ട അധികാരികളുടെയും എല്ലാം മുന്നിൽ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇന്നത്തെ ദിവസം ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ പോലും അത് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള തീരുമാനവുമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. ഓരോ കോഴ്സിനും ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ ഈ പറഞ്ഞ ഇഷ്ടാനുസരണ വിദ്യാർത്ഥികൾക്ക് അവരവരുടെ കോഴ്സിനനുസരിച്ച് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കോഴ്സ് ബാസ്ക്കറ്റുകൾ ഒരുക്കുമെന്നൊക്കെയാണ് സർക്കാർ പറഞ്ഞത്. ഇവിടെ ബാസ്ക്കറ്റ് പോയിട്ടൊരു കപ്പ് പോലും ഇതുവരെ ഇറക്കാനോ തയ്യാറാക്കാനോ സർവകലാശാലകൾക്ക് സാധിച്ചിട്ടില്ല. ഇന്ന് ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ പോലും സർവകലാശാലകൾ പുറത്തിറക്കിയ, പ്രത്യേകിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് കണ്ണൂർ സർവകലാശാലയിൽ തന്നെ ബഹുഭൂരിപക്ഷം കോഴ്സുകൾക്കും പൂർണ്ണമല്ലാത്ത സിലബസാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 1-2 സെമസ്റ്ററുകളുടെ സിലബസ് മാത്രം പ്രസിദ്ധീകരിച്ച് വലിയ അന്താരാഷ്ട്ര നിലവാരവും ആഗോള വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ആകെ നിലവാരത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടാനുസരണം കോഴ്സ് തിരഞ്ഞെടുക്കാൻ, സിലബസ് നോക്കി എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കാൻ, കൃത്യമായി അവരുടെ അഭിരുചി അനുസരിച്ച് അവരുടെ ഉപരിപഠനവും മറ്റ് ജോലി സാധ്യതയും എല്ലാം അനുസരിച്ച് ഇതിൻ്റെ നല്ല വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഉള്ള ഒരു അടിസ്ഥാന സൗകര്യവും സാഹചര്യവും ഈ 4 വർഷ ബിരുദ കോഴ്സുമായി ബന്ധപ്പെട്ട് സർവകലാശാലകൾ ഒരുക്കിയിട്ടില്ല. സർവത്ര ആശയക്കുഴപ്പവും ആശങ്കയും ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ്. പ്രധാനമായും ഇതിൻ്റെ മൂല്യനിർണ്ണയം ഉൾപ്പെടെ ഓഡ് സെമസ്റ്ററുകളിലെ വാല്യുവേഷനും ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നതും പരീക്ഷ നടത്തുന്നതുമെല്ലാം അതത് കോളേജുകളിലാണ്. വളരെ കൃത്യമായി സുതാര്യതയോടുകൂടി ഉറപ്പുവരുത്തി ചെയ്യേണ്ടുന്ന പരീക്ഷാ നടത്തിപ്പ് ഉൾപ്പെടെ ഈ ബന്ധപ്പെട്ട കോളേജുകൾക്ക് വിട്ടു നൽകുമ്പോൾ പുലർത്തേണ്ടുന്ന ജാഗ്രതയോ മുൻകരുതലോ ഒന്നും സ്വീകരിച്ചിട്ടില്ല. അത് ഈ പഠനത്തിൻ്റെയും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും നിലവാരത്തെ ഭാവിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ഒരു പക്ഷേ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കും. നിലവിലെ സാഹചര്യത്തിൽ തന്നെയുള്ള മൂല്യനിർണ്ണയത്തിൻ്റെയും പരീക്ഷാ നടത്തിപ്പിൻ്റെയും മാർക്ക് ദാനത്തിൻ്റെയും ഒക്കെ കഥകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ ഇത്രയധികം ക്യാമ്പസുകൾ, ഇത്രയധികം വിദ്യാർത്ഥികൾ, ഇത്രയധികം കോഴ്സുകൾ, പരീക്ഷകൾ ഏത് രീതിയിൽ ഫലപ്രദമായത് നടപ്പിലാക്കി മുന്നോട്ട് പോകാൻ കഴിയുമെന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയും സർക്കാരിനെ സംബന്ധിച്ചോ സർവകലാശാലകളെ സംബന്ധിച്ചോ ഇല്ല.